ശ്രീ ശ്യാംരാജ്, ഈ കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന മറ്റൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെയാണ് ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പരീക്ഷണം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. അതായത് ഹിന്ദു സ്വാഭിമാന ദിനം എന്ന നിലയിൽ രാഷ്ട്രം ആചരിക്കുന്ന ഡിസംബർ 6-ന് അവിടെ ബാബരി മസ്ജിദ് മുർഷിദാബാദിൽ നിർമ്മിക്കുമെന്ന ഒരു പ്രകോപനപരമായ പ്രസ്താവനയുമായി TMCയുടെ MLA എത്തുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് TMCയുടെ മറ്റ് സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം എത്തുന്നു. അങ്ങനെ എങ്ങനെയാണ് ഈ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് ശ്യാംരാജ്? പുതിയൊരു തുടർച്ചയായിട്ടുള്ള വാർത്ത ഇന്നലെയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബംഗാളിനെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ബംഗാളിൽ ഇത് മാത്രമൊന്നുമല്ല, ഇപ്പൊ FIR വന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നതല്ല. എത്രയോ പേരാണ് ബംഗ്ലാദേശിലോട്ട് തിരികെ പോകുന്നു എന്നുള്ള വാർത്തകൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത് അനധികൃതമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി ഭൂരിഭാഗവും വരുന്ന മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ധ്രുവീകരണ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇവർ ജീവിച്ചു പോകുന്നത്. അപ്പൊ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. എന്താവശ്യം അത്തരത്തിലൊരു പ്രസ്താവന നടത്തേണ്ട എന്താവശ്യമാണ് ഇവർക്കുള്ളത്? അത് ഉത്തർപ്രദേശിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യം, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായിട്ടുള്ള ഹിന്ദു ജനവിഭാഗത്തിന്റെ വലിയൊരു ആവശ്യമായിട്ട് പണി തീർത്തിട്ടുള്ള അയോധ്യ ക്ഷേത്രം ഹിന്ദു സ്വാഭിമാന ദിനമൊക്കെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആചരിക്കുന്നതുമാണ്. അതിനപ്പുറത്തേക്ക് വീണ്ടും ഇത്തരത്തിൽ ബംഗാളിൽ ഒരു പ്രസ്താവന നടത്തുക എന്നുള്ള ഉദ്ദേശിക്കുന്ന ധ്രുവീകരണം, ഈ മുഴുവൻ ഇന്ത്യ സഖ്യത്തിന്റെ ധ്രുവീകരണ രാഷ്ട്രീയം തന്നെയാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ അവരത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തെലങ്കാനയിൽ നോക്കി, ഇപ്പൊ തെലങ്കാനയില് രേവന്ത് റെഡ്ഡിയും പറഞ്ഞ ഇതിന് സമാനമായിട്ടുള്ള ചില പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്, തെലങ്കാന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇനി ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ തന്നെ പറഞ്ഞിട്ടുള്ളത് UDF അധികാരത്തിൽ വരുന്നത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് UDF പറഞ്ഞുകൊണ്ടിരിക്കലാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദേശീയ തലത്തിൽ അല്ലെങ്കിൽ രാജ്യം മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ധ്രുവീകരണ രാഷ്ട്രീയം നടത്താൻ വേണ്ടിയിട്ട് പ്രസ്ഥാനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണി ശ്രമിച്ചുകൊണ്ടേയിരിക്കലാണ്. അതിന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ വേണം ഇതിനെ കാണാൻ. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രസ്താവന കൂടിയാണ്. രാജ്യം സമാധാനപൂർണ്ണമായിട്ട് വികസനത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകളുടെയും പ്രസ്താവനകളുടെയും ഒന്നും ആവശ്യമില്ലാത്തതാണ്. അപ്പൊ അത് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, ഇവരുടെ മുഴുവൻ ആളുകൾ ഉദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയത നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണമെന്ന് തന്നെയാണ്. പക്ഷെ അതിനെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എന്തായാലും വലിയ കാര്യമായിട്ട് നോക്കി കാണും എന്ന് ഞാൻ കരുതുന്നില്ല. അതിനെ അവരറിയിക്കുന്ന ഒരു പ്രാധാന്യം മാത്രമേ കൊടുക്കാനും സാധ്യതയുള്ളൂ. അപ്പൊ ഇത് രാജ്യം മുഴുവനായിട്ട് ഇവര് ഈ ഇന്ത്യ സഖ്യം കൊണ്ടുവരുന്ന ഒരു അവരുടെ നിലപാടാണത്. പക്ഷെ അത് പൊതുജനം അതിനെ ഒഴിവാക്കിക്കൊണ്ട് പോകും. അതിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രാധാന്യം, വേണ്ട രീതിയിലല്ല, ഒരു പ്രാധാന്യം കൊടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഈ സമയം കരുതുന്നത്. വളരെ നന്ദി ശ്രീ ശ്യാംരാജ്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത്.